റഷ്യയുമായി പതിറ്റാണ്ടുകളായിട്ട് അല്ലെങ്കിൽ ഒരു പരമ്പരാഗത സൗഹൃദം എന്ന് തന്നെ നമുക്ക് റഷ്യയെ പറയാം. അതുകൊണ്ട് തന്നെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സാധാരണ നിലയിലേക്കാൾ കുറവ് വിലയിൽ ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ കഴിയുന്നു. അതാണ് അമേരിക്കയെ ചൊടിപ്പിച്ച കാര്യം. പക്ഷേ ഇന്ത്യ അത് തുടരുമെന്ന് തന്നെ വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായി തന്നെ അജിത് ഡോവൽ തന്നെ റഷ്യയിലേക്ക് എത്തിയിരിക്കുന്നത്. നിർണായകമായ ചർച്ചകൾ ഈ കാര്യത്തിൽ റഷ്യയുമായിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഇന്ത്യ റഷ്യ ഒരു ശക്തമായ ചേരി വീണ്ടും രൂപപ്പെടുന്നത് എന്ന്. ഒപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹവും റഷ്യയിലേക്ക് പോകും. അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം കൃത്യമായ ഉത്തരം അമേരിക്കയ്ക്ക് നൽകിയതാണ്. നിങ്ങൾ ചൈനയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഫെർട്ടിലൈസേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങുന്നു, അമേരിക്ക റഷ്യയിൽ നിന്ന് അവരുടെ യുറേനിയം അടക്കമുള്ള മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആണവ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഇന്ത്യക്കെതിരെയാണോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കൃത്യമായ മറുപടി എസ് ജയശങ്കർ പറഞ്ഞാണ്. അദ്ദേഹവും പോകുന്നു. ഒപ്പം തന്നെ ഈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം പലപ്പോഴും ഇന്ത്യ ചൈന ബന്ധം അത്ര സുഖകരമായ നിലയിലല്ല പോയിരുന്നത്. പക്ഷേ അതാണ് പറയുന്നത്, നിലവിലെ സാഹചര്യങ്ങൾ ലോകക്രമത്തിനനുസരിച്ച് പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും, ചിലത് ദുർബലപ്പെടും. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അതിനെ മറികടക്കാൻ മറ്റു ബന്ധങ്ങൾ കൂടി ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. അത് വളരെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അന്ന് ഗൽവാൻ താഴ്വരയിലുണ്ടായ ആ സംഘർഷത്തിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നു എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ആ ബന്ധം ഊഷ്മളമാവുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്ക ഉയർത്തുന്ന ഇത്തരം ഭീഷണികളെ നേരിടാൻ കൂടി എന്തായാലും US-ഉം യൂറോപ്യൻ യൂണിയനും ഒക്കെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി തുടരുക കൂടി ചെയ്യുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ മുഴുവൻ യുക്രൈനൊപ്പമായിരുന്നു. പക്ഷേ അതേസമയമാണ് റഷ്യയിൽ നിന്ന് ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പകരം ഇപ്പുറത്ത് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി യുക്രൈന് യൂറോപ്യൻ യൂണിയൻ പണം നൽകുകയും ചെയ്യും. ഇതൊക്കെ എന്ത് നീതിയാണ്, ന്യായമാണെന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാൻ യൂറോപ്യൻ യൂണിയനും കഴിയില്ല. അതാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്.